കുട്ടികൾക്കുള്ള ഭഗവാൻ ബുദ്ധൻ്റെ കഥ. പണ്ട് കപിൽവാസ്തു എന്ന സ്ഥലത്ത് ശുദ്ധോധന രാജാവും മഹാമായ രാജ്ഞിയും താമസിച്ചിരുന്നു. മഹാമായ രാജ്ഞി ലുംബിനി ഉദ്യാനത്തിൽ സിദ്ധാർത്ഥൻ എന്നു പേരുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ദുഃഖകരമെന്നു പറയട്ടെ, പ്രസവശേഷം 7 ദിവസത്തിന് ശേഷം രാജ്ഞി മരിച്ചു. സിദ്ധാർത്ഥൻ വളർന്നപ്പോൾ കലാ ദേവല എന്ന ജ്ഞാനി രാജാവിനെ അറിയിച്ചു. തന്നെ ദുരിതത്തിലാക്കുകയും കാട്ടിലേക്ക് ഓടിപ്പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ താൻ കാണുമെന്ന്. തൽഫലമായി രാജാവ് ഒരിക്കലും സിദ്ധാർത്ഥനെ രാജകീയ മതിലുകൾ വിട്ടയച്ചില്ല. സിദ്ധാർത്ഥൻ കരുണാമയനും കരുതലുള്ളവനുമായ ഒരു തിളക്കമുള്ള സന്തോഷവതിയായ ചെറുപ്പക്കാരനായിരുന്നു. സിദ്ധാർത്ഥനും ബന്ധുവായ ദേവദത്തനും ഒരു ദിവസം നടക്കുകയായിരുന്നു. ദേവദത്തൻ ഒരു ഹംസത്തെ നിരീക്ഷിച്ചു. അതിനെ അവിടെ വെച്ച് തന്നെ വെടിവെച്ചു വീഴ്ത്തി. പരിക്കേറ്റ പക്ഷിയെ കണ്ടപ്പോൾ സിദ്ധാർത്ഥൻ ഭയന്നുപോയി. ശരീരത്തിൽ നിന്ന് അമ്പ് വലിച്ചെടുത്ത് മുറിവ് ഔഷധ സസ്യങ്ങൾ പുരട്ടി. പക്ഷിയെ വെടിവെച്ചപ്പോൾ ദേവദത്തൻ ആ പക്ഷിയെ ആഗ്രഹിച്ചു. പക്ഷേ സിദ്ധാർത്ഥൻ അത് നിരസിച്ചു. തൽഫലമായി അവർ കോടതിയിലേക്ക് പോയി. കോടതിയിലെ ജ്ഞാനിയായ മനുഷ്യൻ പറഞ്ഞത് ഹംസം അതിനെ രക്ഷിച്ച ആളുടേതാണ്, ജീവനെടുക്കാൻ ശ്രമിച്ച ആളുടേതല്ല എന്നാണ്. രാജകുമാരൻ പക്വത പ്രാപിച്ചൊരു യുവാവായി. ശുദ്ധോധന രാജാവ് അദ്ദേഹത്തെ സുന്ദരിയായ രാജകുമാരിയായ യശോധരയെ വിവാഹം കഴിപ്പിച്ചു. സിദ്ധാർത്ഥൻ വിവാഹം കഴിച്ചാൽ ഒരിക്കലും തൻ്റെ വീട് വിട്ടു പോകില്ലെന്ന് രാജാവ് കരുതി. മറുവശത്ത് സിദ്ധാർത്ഥന് കൊട്ടാരത്തിൽ അതൃപ്തി തോന്നി. നമുക്ക് കൊട്ടാരത്തിന് പുറത്തൊരു യാത്ര പോകാം. ഒരു ദിവസം അയാൾ തൻ്റെ ദാസനായ ചന്നയോട് ആവശ്യപ്പെട്ടു. വഴിയിൽ രാജകുമാരൻ കുനിഞ്ഞിരിക്കുന്നൊരു വൃദ്ധനെ കണ്ടു. രാജകുമാരൻ മുൻപൊരിക്കലും ഒരു വൃദ്ധനെ കണ്ടിട്ടില്ല. അയാൾ ചോദിച്ചു, അതെന്താണ് ചന്ന? ഇതൊരു വൃദ്ധനായ മാന്യനാണ്. ചന്ന നിരീക്ഷിച്ചു. ഒരു ദിവസം രാജകുമാര, നാം എല്ലാവരും വൃദ്ധരാകും. രാജകുമാരൻ അസ്വസ്ഥനായി തീർന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിദ്ധാർത്ഥൻ വീണ്ടും പുറത്തേക്ക് പോയി. ഇത്തവണ വേദന കൊണ്ട് കരയുന്ന ഒരു രോഗിയെ അയാൾ കണ്ടുമുട്ടി. ആ മനുഷ്യൻ എന്തിനാണ് കരയുന്നത്? മുൻപൊരിക്കലും രോഗിയെ കണ്ടിട്ടില്ലാത്തതിനാൽ സിദ്ധാർത്ഥൻ ആശ്ചര്യപ്പെട്ടു. അയാൾക്ക് സുഖമില്ല, കഠിനമായ വേദന കാരണം അവൻ കരയുകയാണ്. ചന്ന മറുപടി പറഞ്ഞു. സിദ്ധാർത്ഥൻ അസന്തുഷ്ടനായി കൊട്ടാരത്തിലേക്ക് മടങ്ങി. അടുത്ത തവണ സിദ്ധാർത്ഥൻ പുറത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒരു മൃതദേഹം വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നത് അയാൾ കണ്ടു. ഒരു ദിവസം നമ്മൾ എല്ലാവരും മരിക്കും, ചന്ന സിദ്ധാർത്ഥനോട് പറഞ്ഞു. താൻ ഒരു മരിച്ച വ്യക്തിയെയാണ് കാണുന്നതെന്ന് വിശദീകരിച്ചു. ഈ അപകടങ്ങളിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ അച്ഛൻ തന്നെ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥൻ അറിയാമായിരുന്നു. നമ്മൾ എല്ലാവരും വൃദ്ധരാകുകയും രോഗികളാവുകയും മരിക്കുകയും ചെയ്യേണ്ടതുണ്ടോ? അയാൾ സ്വയം ചിന്തിച്ചു. മറ്റു മാർഗങ്ങളൊന്നും തോന്നുന്നില്ലേ? സിദ്ധാർത്ഥൻ വീണ്ടും പോയി. ഇത്തവണ തല മൊട്ടയടിച്ച് ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങളും കയ്യിലൊരു പാത്രവുമായി നിൽക്കുന്ന ഒരാളെ അവൻ കണ്ടു. ആ മനുഷ്യൻ നല്ല മാനസികാവസ്ഥയിലാണെന്ന് തോന്നി. ആരാണ് ആ മനുഷ്യൻ? അയാൾ ചന്നയോട് ചോദിച്ചു. എല്ലാം ഉപേക്ഷിച്ച് സന്തോഷം തേടി കാട്ടിലേക്ക് പോയ ഒരു വിവേകശാലിയായ മനുഷ്യനാണത്, ചന്ന പറഞ്ഞു. സിദ്ധാർത്ഥൻ താൻ കണ്ടതെല്ലാം ആലോചിച്ചു. അതിനുശേഷം സന്തോഷം തേടി വീട് വിടാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു രാത്രിയിൽ ഭാര്യയും മകൻ രാഹുലനും ഉറങ്ങിക്കിടക്കുമ്പോൾ സിദ്ധാർത്ഥൻ തന്റെ ഭൃത്യനായ ചന്നയോടൊപ്പം കൊട്ടാരം വിട്ട് രഹസ്യമായി പുറപ്പെട്ടു. അനോമ നദിയിൽ എത്തുന്നതുവരെ അവർ ഒരുമിച്ചു പോയി. സിദ്ധാർത്ഥൻ തന്റെ രാജകീയ വസ്ത്രങ്ങൾ അവിടെ നിന്ന് ഊരിമാറ്റി. കൊട്ടാരത്തിലേക്ക് മടങ്ങാൻ ചന്നയ്ക്ക് തന്റെ വസ്ത്രങ്ങളും കുതിരയും നൽകി. തുടർന്ന് അദ്ദേഹം ഒരു ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് തന്റെ നീണ്ട മുടി ഷേവ് ചെയ്ത് ഒരു പാത്രവുമായി പുറത്തേക്ക് നടന്നു. സന്തോഷത്തിലേക്കുള്ള വഴി നിങ്ങൾക്കറിയാമോ? സിദ്ധാർത്ഥൻ കണ്ടുമുട്ടി എല്ലാവരോടും അന്വേഷിച്ചു. പക്ഷെ ആർക്കും അദ്ദേഹത്തോടൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അദ്ദേഹം ഒരു ബോധവൃക്ഷത്തിനടിയിൽ ഇരുന്ന് സ്വയം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ധ്യാനം ആരംഭിച്ചു. നിരവധി ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ യാത്ര അവസാനിച്ചു. അദ്ദേഹം പക്വത പ്രാപിച്ച ഒരു ജ്ഞാനിയായ മനുഷ്യനായി മാറിയതിനാൽ ആളുകൾ അദ്ദേഹത്തെ ഗൗതമ ബുദ്ധൻ എന്ന് വിളിക്കാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങളെയും ബുദ്ധൻ സ്നേഹിച്ചിരുന്നു. അവൻ അവയെ കാരുണ്യത്തോടെ പരിഗണിച്ചു. അദ്ദേഹത്തിന്റെ അസൂയാലുക്കളായ ബന്ധുവായ ദേവദത്തൻ ഒരിക്കൽ ബുദ്ധനെ ആക്രമിക്കാൻ കാട്ടാനകളെ അയച്ചു. മറുവശത്ത് ആനകൾ ബുദ്ധനെ കണ്ടപ്പോൾ അവന്റെ മുമ്പിൽ മുട്ടുകുത്തി. ഗൗതമ ബുദ്ധന് ധാരാളം അനുയായികൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ച് താൻ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ സംഘ ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെട്ടു. ഉള്ളതിൽ സംതൃപ്തരായിരിക്കുന്നതിലൂടെയും എല്ലാ ജീവികളെയും ദയയോടെ പരിഗണിക്കുന്നതിലൂടെയും ആനന്ദം നേടാമെന്ന് അദ്ദേഹം വാദിച്ചു. ബുദ്ധൻ കപിലവാസ്തുവിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പിതാവും ഭാര്യയും മകനും മറ്റ് നിരവധി പേരും സ്വാഗതം ചെയ്തു.
അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ ഒരാളായ ആനന്ദൻ ബുദ്ധൻ്റെ അർപ്പണബോധമുള്ള അനുയായിയായി മാറുകയും അദ്ദേഹം പ്രായമാകുമ്പോൾ അദ്ദേഹത്തെ പരിചരിക്കുകയും ചെയ്തു. ബുദ്ധൻ 45 വർഷം കൂടി പ്രസംഗം തുടർന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് 80 വയസ്സായിരുന്നു. ഒടുവിൽ കുശിനാരയിൽ സാലമരങ്ങളുടെ ചുവട്ടിൽ കിടന്ന അദ്ദേഹം അവസാന ശ്വാസം വിട്ടു. ഈ ലോകത്ത് മനുഷ്യരുടെ നിലനിൽപ്പ് പ്രശ്നകരവും ക്ഷണികവും വേദനയോടൊപ്പം ചേർന്നതുമാണ്. ബുദ്ധൻ അഭിപ്രായപ്പെട്ടു. കാരണം ജനിച്ച ആളുകൾക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഓരോ ജീവജാലത്തിനും പ്രായം കൂടുന്നതിനനുസരിച്ച് മരണം വരുന്നു. ജ്ഞാനം, ദയ, ക്ഷമ, ഔദാര്യം, അനുകമ്പ എന്നിവ അദ്ദേഹം ഊന്നിപ്പറഞ്ഞ മൂല്യങ്ങളിൽ ഉൾപ്പെടുന്നു. എല്ലാ ബുദ്ധമതക്കാരും 5 ധാർമ്മിക കൽപ്പനകളാൽ ബന്ധിതരാണ്. അവ നിരോധിക്കുന്നു, ജീവജാലങ്ങളുടെ ജീവൻ അപഹരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.